വയനാട്ടിലെ ദുരിതബാധിതർക്ക് സ്വാതന്ത്ര്യമേകാൻ ലോകം മുഴുവൻ തങ്ങളാൽ കഴിയുന്ന ഓരോ പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കളക്ഷൻ ക്യാമ്പിലാണ്. ഇവിടെ വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ ബാഗുകളും എല്ലാം ശേഖരിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനം ഏറ്റെടുത്തപ്പോൾ അതിനാവശ്യമായ മുഴുവൻ പുസ്തകവും പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തരാമെന്ന് ഏറ്റിരുന്നു. പാലക്കാട് ജില്ലാ KUC കമ്മിറ്റി മുഴുവൻ ബാഗും കളക്ട് ചെയ്ത് എത്തിക്കാമെന്ന് ഏറ്റിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ ഇതിൻ്റെ സമാഹരണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എല്ലാവരും വലിയ അർത്ഥത്തിൽ ഞങ്ങളെ പിന്തുണച്ചു. ഈ കളക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ പറഞ്ഞത് ഒരു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി 100 പുസ്തകം വെച്ച് തരണമെന്നാണ് പറഞ്ഞത്. ഇത് പുസ്തകം കളക്ട് ചെയ്ത് വന്നപ്പോൾ 25,000 പുസ്തകത്തിലധികം നോട്ട് പുസ്തകമാണ് ഇവിടെ ഉള്ളത്. 1000 ബാഗാണ് ഇവർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. KUC 1500-ലധികം ബാഗാണ്. അതുപോലെ പെന്ന്, പെൻസില്, മറ്റ് എല്ലാ പഠനോപകരണങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു പ്രയാസവുമില്ലാതെ പഠിക്കാൻ ആവശ്യമായ മുഴുവൻ പഠന സാമഗ്രികളും പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും KUC ജില്ലാ കമ്മിറ്റിയും കൂടി സമാഹരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാവും, പുസ്തകങ്ങൾ മാത്രമല്ല, പേനയുണ്ട്, ബോക്സുകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കുടകളെല്ലാം, ലഞ്ച് ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ കളക്ഷൻ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വയനാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഈ ചലഞ്ചിൻ്റെ ഭാഗമായി 1500 ബാഗുകൾ എത്തിച്ചു നൽകിയത് പാലക്കാട്ടെ KSU ജില്ലാ കമ്മിറ്റിയാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു കളക്ഷൻ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠനം മുടങ്ങില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് തലങ്ങളിൽ നിന്ന്, മണ്ഡലം തലങ്ങളിൽ നിന്ന്, അസംബ്ലി തലങ്ങളിൽ നിന്നാണ് 1500ഓളം ബാഗുകൾ, ഞങ്ങൾ 1000 ബാഗാണ് പ്രതീക്ഷിച്ചത്, 1500ഓളം ബാഗുകൾ സമാഹരിക്കാൻ സാധിച്ചു. ഇത് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ വയനാട് അവിടെ എത്തിക്കും. അവിടുത്തെ ഒരു കുട്ടി പോലും പഠനം മുടങ്ങില്ല എന്ന് ഉറപ്പുവരുത്താനും കൂടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും KSU കമ്മിറ്റിയും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സാധനങ്ങൾ എത്തിയല്ലേ? ഞങ്ങളോട് പറഞ്ഞത് 10,000 നോട്ട് പുസ്തകമാണ്. ഇവിടെ വന്നപ്പോൾ 25,000 നോട്ട് പുസ്തകമായി. അത് മുഴുവൻ ഞങ്ങൾ വയനാട്ടിലേക്ക് കൈമാറും. നാളെ രാവിലെ സാധനം വയനാട് ഏൽപ്പിക്കും. കോൺഗ്രസിൻ്റെ മറ്റ് പദ്ധതികൾ എന്താണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്? സംസ്ഥാന കമ്മിറ്റി 30 വീട് വെച്ച് കൊടുക്കാൻ നേരിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് കലക്ഷൻ വിവിധ തലത്തിലുള്ള ചലഞ്ചും ഒക്കെ നടത്തി ഞങ്ങൾ സമാഹരണം തുടങ്ങി. വരും നാളുകളിൽ അതിന് 30 വീടിന് ആവശ്യമായ സ്ഥലം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കണ്ടെത്തി ഇവിടെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 30 വീടിൻ്റെ പണിയും പൂർത്തീകരിക്കും. അതിനോടൊപ്പം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി 50 വീട്ടുകാർ താമസം വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അവിടേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും തരാൻ നേരിട്ടുണ്ട്. അതിനും പാലക്കാട് ജില്ലാ കമ്മിറ്റി വലിയ തോതിൽ പിന്തുണയ്ക്കും. പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും പ്രവർത്തകരാണ് വയനാട്ടിലെ ദുരിതബാധിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്ന ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. 25,000 നോട്ട് പുസ്തകങ്ങൾ അതുപോലെ തന്നെ 1500ഓളം ബാഗുകളുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും നേതൃത്വത്തിൽ പാലക്കാട് നിന്ന് സമാഹരിച്ച ഇപ്പോൾ വയനാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ സാധനങ്ങളെല്ലാം വയനാട്ടിലേക്ക് എത്തിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ബിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.